ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്ക് മധ്യ കേരളത്തിൽ നിന്നും ഏറ്റവും എളുപ്പം എത്തിച്ചേരാവുന്ന മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കയം കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് വല്യേന്ത വരെ ഇപ്പോൾ എത്തി നിൽക്കുന്ന BMBC റോഡ് തുടർന്ന് 7 കിലോമീറ്റർ വെട്ടിത്തുറന്ന് പുതുതായി BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തി മറ്റെല്ലാ പ്രവർത്തനങ്ങളും പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്ന മുണ്ടക്കയത്ത് നിന്നും വാഗമണ്ണിലേക്ക് ഒരു പുതിയ റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. അതിൻ്റെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം ഈ വരുന്ന ശനിയാഴ്ച 18-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ഇളങ്കാട് ബസ് സ്റ്റാൻഡിൽ വെച്ച് ചേരുന്ന പൊതുസമ്മേളനത്തിൽ പൂഞ്ഞാർ MLA എന്നുള്ള നിലയിൽ ഞാൻ അധ്യക്ഷം വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ശ്രീ ആൻ്റോ ആൻ്റണി മുഖ്യപ്രഭാഷണം നടത്തും. ആ യോഗത്തിൽ ആദരണീയനായ മുൻ MLA ശ്രീ KJ തോമസ് അവറുകൾ മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഒക്കെ പങ്കെടുക്കും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 4-ന് ഇളങ്കാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. ആൻ്റോ ആൻ്റണി MP മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് സ്വാഗതം ആശംസിക്കും. മുൻ MLA KJ തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PR അനുപമ, ശുഭേഷ് സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സുധീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു ഷിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS സജിമോൻ, KN വിനോദ്, ജെസി ജോസ്, ജേക്കബ് ചാക്കോ, MV ഹരിഹരൻ, രജനി സലിലൻ, സിന്ധു മുരളീധരൻ, ആൻസി അഗസ്റ്റിൻ, മായ TN, സൗമ്യ ഷമീർ, KS മോഹനൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നേതാക്കളുമായ PK സണ്ണി, ജിജോ കാരക്കാട്ട്, TP റഷീദ്, PC സൈമൺ, കുബ്ലി ഹസൻ, സജീവ് KN, സജിമോൻ കൈപ്പംപ്ലാക്കൽ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, KM അഷ്റഫ് തുടങ്ങിയ നിരവധി പ്രമുഖർ പ്രസംഗിക്കും. മുണ്ടക്കയത്തു നിന്നും ആരംഭിച്ച നിലവിൽ ഇളങ്കാടിന് സമീപം വല്യേന്ത വരെ എത്തി നിൽക്കുന്ന റോഡ് തുടർന്ന് പുതിയതായി 7 കിലോമീറ്റർ നിർമ്മിച്ചാണ് വാഗമണ്ണിൽ എത്തിച്ചേരുക. ഇതിനായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മുൻകൈയെടുത്ത് സംസ്ഥാന ബജറ്റിൽ 2 ഘട്ടമായി 17 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ തുക വിനിയോഗിച്ചാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം നടക്കുക. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ മുണ്ടക്കയത്തു നിന്നും 22 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിൽ എത്തിച്ചേരുവാൻ കഴിയും. കൂടാതെ എരുമേലി ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് 36 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് ഇതുവഴി വാഗമണ്ണിൽ എത്തിച്ചേരുവാൻ കഴിയും. ഏതാണ്ട് 6 മാസം കൊണ്ട് പൂർത്തീകരിക്കത്തക്ക നിലയിലാണ് റോഡിൻ്റെ നിർമ്മാണം ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ 2026 പകുതിക്ക് മുമ്പായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ഉദ്ഘാടനം ചെയ്യാൻ തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന് പൊതുവിലും പ്രത്യേകിച്ച് കൂട്ടിക്കൽ, മുണ്ടക്കയം, കോരുത്തോട്, എരുമേലി, പാറത്തോട് ഉൾപ്പെടുന്ന ഈ മേഖലയ്ക്ക് വലിയ ഒരു വികസന മുന്നേറ്റവും വികസന രംഗത്തെ ഒരു കുതിച്ചുചാട്ടവുമാണ് സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് പോകുന്നത്. ഇത് ഭാവിയിൽ വാഗമണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കും. കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. റോഡ് പൂർത്തിയാകുന്നതോടെ ഈ റോഡ് കടന്നുപോകുന്ന ഒറ്റമരം, കോലാഹലമേട്, തങ്ങൾപ്പാറ തുടങ്ങിയ മേഖലയിലെ സമഗ്ര വികസനത്തിനും വഴിവെക്കും. ഈ പ്രദേശങ്ങളിൽ 100 കണക്കിന് ഏക്കർ റവന്യൂ ഭൂമി ഉള്ളതിനാൽ ടൂറിസവും ഇതുമായി ബന്ധപ്പെട്ട ഇതര സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഇതുവഴി നിരവധി തൊഴിൽ അവസരങ്ങൾ അടക്കം സൃഷ്ടിക്കുന്നതിനും ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും റോഡിൻ്റെ വരവോടെ സാധ്യമാകുമെന്നും MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടക്കയത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം, വൈസ് പ്രസിഡന്റ് രജനി സുധീർ, PK സണ്ണി തുടങ്ങിയ നിരവധി പ്രമുഖർ സംസാരിച്ചു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.